ഹലോ ഹായ് നമസ്കാരം. മാർക്കോ എനിക്ക് ആ ഒരു പേര് തന്നെ ഒരുപാട് വട്ടം പറയാനായിട്ട് അങ്ങനെ തോന്നുന്നുണ്ട് മനസ്സിൽ. എന്തായാലും ഞാൻ മാർക്കോ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ് ഞാനിപ്പോ പറയാനായിട്ട് വന്നിരിക്കുന്നത്. ഇത് എന്റെ മാത്രം അഭിപ്രായമാണ്. ഇത് കാണുന്ന 100 പേരുണ്ടെങ്കിൽ 100 പേർക്കും 100 അഭിപ്രായങ്ങളായിരിക്കാം. കാരണം എല്ലാവരും ഒരേപോലെയുള്ള ആളുകളല്ലല്ലോ. അതുകൊണ്ട് എന്റെ ഇഷ്ടങ്ങളും എന്റെ അഭിപ്രായങ്ങളുമാണ്. നിങ്ങൾക്ക് വേണ്ടവർക്ക് ഇത് കേൾക്കാം, ഇല്ലാത്തവർക്ക് കാണണ്ട. അത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. മാർക്കോ ആ ഒരു കഥാപാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിനിമയുടെ നട്ടൽ എന്ന് പറയുന്നത്. ഞാൻ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് മാർക്കോയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നത് ആ ഒരു കഥാപാത്രം ചെയ്യാനായിട്ട് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ണിമുകുന്ദൻ തന്നെയായിരിക്കും എന്ന് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു. അത് ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലുള്ള പ്രകടനമാണ് ഉണ്ണിമുകുന്ദന്റെ ഭാഗത്ത് നിന്നിട്ട് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് ഈ പറയുന്ന മിഖായൽ എന്ന് പറയുന്ന സിനിമയിലെ ആ ഒരു കഥാപാത്രത്തിനെ മാത്രമേ, ചില ആളുകൾ എന്നോട് ചോദിച്ചിരുന്നു മിഖായലിന്റെ ഒരു 2ാം പാർട്ടായിട്ടായിരിക്കുമോ ഇത് വന്നിരിക്കുന്നതെന്ന്. എന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ ഒരു കഥാപാത്രത്തിനെ ഇങ്ങോട്ട് ചുരണ്ടി എടുത്തിരിക്കുന്നു എന്ന് മാത്രം കണ്ടാൽ മതി. ഇതിന്റെ കഥയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ ഒരു ആക്ഷൻ സിനിമയിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും, അല്ലാതെ വലിയൊരു ത്രില്ലറായിട്ട് ആകാംക്ഷ തരുന്ന സാധനങ്ങളൊന്നും ഇതിനകത്തില്ല. നോർമൽ ഒരു സിനിമ, അതാണ് ഈ മാർക്കോ എന്ന് പറയുന്നത്. പക്ഷെ എല്ലാവരും ആകാംക്ഷയുടെ കാത്തിരുന്ന മറ്റൊരു സാധനം, മലയാളത്തിൽ ഇന്ന് വരെ കാണാത്ത അത്രയും വയലൻസ് ആയിട്ടുള്ള ഒരു പടം, ഇത്രയും വയലന്റ് ആയിട്ടുള്ള സ്റ്റണ്ട് രംഗങ്ങളും കാര്യങ്ങളും ഉള്ള വേറൊരു സിനിമ മലയാളത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇതിന്റെ ഒരു 7 അയൽവക്കത്ത് വരുന്ന സിനിമ ഇറങ്ങിയിട്ടില്ലെന്ന് തന്നെ വേണമെങ്കിൽ ഞാൻ പറയാം. ഇനി ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാകുമോ എന്ന് പോലും എനിക്കറിയില്ല. കാരണം ഞാൻ ഇതിനകത്ത് ചിലപ്പോൾ പ്രതീക്ഷിച്ചിരുന്നു, സെൻസർ ഒരുപാട് ഇത്രയും ഇവർ ഹൈപ്പ് കൊടുക്കുന്നു, ഇത്രയും വലിയ സിനിമയാണ് അല്ലെങ്കിൽ ഇത്രയും വയലൻസ് ആയിട്ടുള്ള ഒരു സിനിമയാണെന്നൊക്കെ ഇവർ പറയുമ്പോഴും ഇതിന്റെ പോസ്റ്ററുകളൊക്കെ കാണുമ്പോഴത്തേന് ഞാൻ മനസ്സിൽ ചിന്തിച്ചിരുന്നു, സെൻസർ ബോർഡ് ചിലപ്പോൾ ഇതിനകത്ത് നല്ല പണി കൊടുത്തു കഴിഞ്ഞാൽ പല സീനുകളും ഇതിനകത്ത് ഉണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് എനിക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു ഇത്രേ ഉണ്ടാവത്തുള്ളൂ ഇതിന്റെ ഒരു വയലൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഞാനൊക്കെ ചിന്തിച്ചതിന്റെ ഒരു 2-3 ഇരട്ടി അപ്പുറത്തേക്കാണ് ഇതിന്റെ വയലൻസ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി എനിക്ക് പറയാനുള്ളത്, ഫാമിലി ആയിട്ട് കുട്ടികളുമായിട്ടൊന്നും പോകണ്ട. കുട്ടികളുമായിട്ടെന്ന് മാത്രമല്ല, ഈ ചോര കണ്ട തല കറങ്ങുന്ന ടീമുകളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊന്നും ചിലപ്പോൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ചോരയാണ്. പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കളർഫുൾ സ്ക്രീൻ അല്ല, ശരിക്കും ഇരുണ്ട ഒരു സ്ക്രീനാണ്. കാരണം ഇതിനകത്തെ ഒരു തീം തന്നെ ബ്ലാക്ക് ആണ്. ഒരു കറുപ്പ് നിറമായിട്ടാണ് നമുക്ക് എപ്പോഴും നമ്മുടെ സ്ക്രീനിനെ കാണാൻ വരുന്നത്. കറുപ്പ് പിന്നീട് കാണാനുള്ളത് ചോരയുടെ ചുവപ്പ്. ഇത് മാത്രമാണ് ഏറ്റവും കൂടുതൽ അതിനകത്ത് ആ സ്ക്രീനിലുള്ള കളർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇത്രയും വയലന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണെന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾ മാത്രം പോയി സിനിമ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു തരത്തിൽ പോലും ഒരു നിരാശ ഉണ്ടാകാത്ത ഒരു സിനിമയായിരിക്കും. പിന്നെ ഇതിനകത്ത് എനിക്ക് ചില യൂട്യൂബറിന്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമുണ്ട്. ചില ആളുകൾ പറയുന്നത് ഇടിച്ച മുറിവ് അടുത്ത സീനിൽ കണ്ടില്ല, വീട്ടിനകത്ത് ഷൂ ഇട്ടുകൊണ്ട് നടക്കുന്നത് എന്താണ്. അങ്ങനെയുള്ള ലോജിക്കുകളൊന്നും ഇതിനകത്ത് നോക്കണ്ട. അത്രയൊക്കെ ആഴമായിട്ട് ചിന്തിക്കേണ്ട ഒരു സിനിമയായിട്ടും കണ്ടാൽ മതി. നിങ്ങൾ അങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു രക്ഷയില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വേറെ ലെവല് പടമാണ്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു നല്ലൊരു നായകനെ സൃഷ്ടിക്കാനായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് കൂടെ നിൽക്കുന്ന വില്ലന്, ഇവർക്ക് രണ്ടുപേർക്കുള്ള പ്രാധാന്യം ഭയങ്കര വലുതാണ്. അതിനകത്ത് പറയാനുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ രവി ബസ്രൂറിന്റെ. ഇതിനു മുമ്പ് ഡാപ്സിയുമായിട്ടൊരു പ്രശ്നം നടന്ന സമയത്ത് ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇതിനകത്തെ മ്യൂസിക് അത് ഡാപ്സി ചെയ്തപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് മാറ്റി ചെയ്തപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം നമ്മുടെ മാർപ്പാപ്പ എന്ന് പറയുന്ന സോങ് ബേബി ജീന്റെ ആ സോങ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇതിന്റെ ട്രെയിലറിന്റെ എല്ലാത്തിന്റെയും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് മ്യൂസിക്കിന്റെ കാര്യത്തിൽ ഒരു തരത്തിലും സംശയമില്ലായിരുന്നു. അത് 100% ഞാൻ പറഞ്ഞതിനോട് അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചതിനോട് ഒരു മാറ്റവും ഇല്ലാത്ത രീതിയിൽ തന്നെ അതിന്റെ മ്യൂസിക്കുകൾ, അതിന്റെ ഓരോ ചെറിയ മ്യൂസിക്കുകൾ പോലും നമ്മൾക്ക് ആവേശം തരുന്ന രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. അതിനൊരു രക്ഷയില്ല. പിന്നെ എടുത്തു പറയാനുള്ളത് ജഗദീഷാണ്. ജഗദീഷ് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സെലക്ട് ചെയ്ത് ചെയ്യുന്ന കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരക്ടറിനെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള വേഷങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് സിദ്ദീഖിന്റെ കാര്യം പിന്നെ എടുത്തു പറയേണ്ട കാര്യമില്ല. അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അതേപോലെ തന്നെ ഒരു കുറവും വരുത്താത്ത രീതിയിലുള്ള അഭിനയവും അതേപോലെയുള്ള കഥാപാത്രവും. ഈ സമയത്ത് ഞാൻ വീണ്ടും പറയുകയാണ്, ഈ സിനിമ തീർച്ചയായിട്ടും തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ കാണേണ്ട സിനിമ തിയേറ്ററിൽ തന്നെ കാണണം. ഇതിനെ നാളെ OTT വരുന്ന സമയത്ത് ഈ ഒരു കുറെ OTT ഓളികളുണ്ട്, ആ സാധനം എത്രയും കൊള്ളത്തില്ലായിരുന്നു. നമ്മുടെ എല്ലാ മലയാള സിനിമയിൽ ഇപ്പോൾ OTT ഇറങ്ങി കഴിയുമ്പോഴത്തേന് മിക്ക സിനിമയ്ക്കകത്തും നെഗറ്റീവ് കണ്ടുപിടിച്ചുകൊണ്ട് കുറെ സാധനങ്ങൾ വരും. അവരെയൊക്കെ പുല്ല് വില പോലും കൊടുക്കരുത്. കാരണം ഈ ഇത്രയും ഇല്ലാത്ത ചെറിയ സ്ക്രീനിൽ ഒരു ഹെഡ്ഫോണും വെച്ച് കേട്ടിട്ട് തിയേറ്ററിൽ കാണേണ്ട സാധനത്തിന് ആ ഒരു എഫക്റ്റ് ഫോണിൽ കിട്ടിയില്ല എന്നൊക്കെ പറയുന്നവനെയൊന്നും വില കൊടുക്കാൻ പോലും തോന്നരുത്. അതേപോലെയുള്ളൂ എനിക്ക് ഈ സിനിമയെ കുറിച്ച് പറയാനുള്ളത്. തിയേറ്ററിലെ പൈസ കൊടുത്ത് ഈ സിനിമ കാണാതെ ഫോണിൽ കണ്ടേച്ച് ഇതിനെ കുറ്റം പറയാൻ വരുന്നവനോടൊക്കെ ഉണ്ടല്ലോ, അവനെയൊന്നും ഒരു റിവ്യൂ പറയുന്നവരായിട്ട് പോലും കാണരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഈ സിനിമ നിങ്ങൾ മസ്റ്റ് ആയിട്ടും തിയേറ്ററിൽ പോയി കാണണം.
ഒരു രക്ഷയുമില്ല. ഇതിനകത്തെ വേറെ രാഷ്ട്രീയവും മതവും ഒന്നും പറഞ്ഞു വരുന്നവനെ ഒന്നും ഒരു പുല്ല് വില പോലും കൊടുക്കല്ലേ. ഞാൻ ഇന്നലെ രാത്രി കണ്ടിരുന്നു കുറെ മറ്റവന്മാർ ഒന്നിച്ച് പറയുന്നു അത് മറ്റേ സുഡാപ്പികൾ നിർമ്മിക്കുന്ന സിനിമയാണ്, അതുകൊണ്ട് നിങ്ങൾ ഇത് കാണരുത്. അതിനകത്ത് വേറെ കുറെ എണ്ണം വരുന്നു സംഖ്യയാണ് ഉണ്ണിമുഖത്തിന്, അതുകൊണ്ട് ആ സിനിമ കാണരുത്. അങ്ങനെയുള്ളവനൊക്കെ വെറും നായ്ത്തീട്ടത്തിന് വില പോലും കൊടുക്കരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും സിനിമ ആക്ഷൻ ഇഷ്ടപ്പെടുന്ന, ഇതുപോലെ വയലന്റ് മൂവി ഇഷ്ടപ്പെടുന്ന ആളുകൾ മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമ തന്നെയാണ്. അപ്പൊ എന്തായാലും മറക്കാതെ പോയിട്ട് സിനിമ കണ്ടേക്കുക.